പോളിംഗ് ദേവാലയമാണ് കാണുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ കൃത്യമായിട്ടുള്ള തീരുമാനത്തോടെ വോട്ട് ചെയ്യുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും. അയ്യന്റെ സ്വർണം കട്ടവരെ ജനകീയ കോടതിയിൽ ശിക്ഷ വിധിക്കുന്ന ദിവസമാണിന്ന്. അവരെ നീതിന്യായ കോടതിയിലും അതുപോലെ തന്നെ അന്വേഷണ പരിധിയിലും ഒക്കെ തന്നെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. പക്ഷെ ജനകീയ കോടതി അവരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് തെളിയിക്കുന്ന ദിവസമാണ് എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. അത് അടിസ്ഥാനപരമായിട്ടുണ്ട് മഹാപ്രളയം ഉണ്ടാക്കിയതാണ് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ആരാ ഉന്നയിച്ചത്? ഭരണകക്ഷി MLA, അന്ന് ഇന്നത്തെ മന്ത്രി. ആ പ്രളയം ഉണ്ടാക്കിയത് മനഃപൂർവ്വമായിരുന്നു എന്ന് തെളിയിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നും പറഞ്ഞിട്ട് ഒരു മറുപടി പോലും അതിന് പറയുന്നില്ല. പ്രളയം വിഷയമല്ലേ? ഈ പ്രളയം ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് 400-ലധികം പേരുടെ ജീവൻ ഒടുക്കിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ഈ മഹാപ്രളയം, ദുരിതം തീർത്ത മഹാപ്രളയം നിങ്ങളുടെ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയണ്ടേ? തെറ്റായ ആരോപണമാണെങ്കിൽ ആദ്യം പറഞ്ഞു അത് വ്യാജ ഓഡിയോ ക്ലിപ്പിംഗ് ആണ്, AI നിർമ്മിതമാണെന്ന്. എന്നിട്ട് എന്താ കേസ് കൊടുക്കാത്തത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു മന്ത്രിക്കെതിരെ അങ്ങനെ ആരെങ്കിലും വ്യാജ ഓഡിയോ ക്ലിപ്പിംഗ് ഇറക്കിയാൽ അതിന് കേസ് കൊടുക്കണ്ടേ? കാരണം ഗവൺമെന്റ് നിങ്ങളാണല്ലോ ഭരണ സംവിധാനം. ഇപ്പോൾ എന്തുകൊണ്ട് പോലീസ് കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ വ്യാജമാണെങ്കിൽ? അപ്പോൾ വ്യക്തമാണ് വ്യാജമല്ല. അത് കൃത്യമായിട്ടും കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ ആയിരുന്നു. ഒരു മന്ത്രി, തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി നടത്തിയിരിക്കുന്ന ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം, നാട്ടിലെ ജനങ്ങളെ പ്രളയത്തിൽ മുക്കിക്കൊന്നത് നിങ്ങളാണെന്നുള്ള ആരോപണം, എന്തുകൊണ്ട് നിങ്ങൾ മറുപടി പറയുന്നില്ല ആരോപണത്തിൽ?